നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ.ടി. നഗരമായ കാക്കനാട് ട്രാഫിക് കുരുക്കും അതുപോലെ തന്നെ അപകടങ്ങളും വർദ്ധിച്ചു വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിന്റെ മുന്നിൽ, കാർണിവൽ ഇൻഫോ പാർക്കിന്റെ ഗേറ്റിന്റെ മുന്നിലാണ്. ഇവിടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ വരുന്നത് കാണാം. അതുകൂടാതെ ഒരു അമ്മച്ചി ഈ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. കാർണിവലിനകത്തുനിന്ന് റോങ് ആയിട്ട് വാഹനങ്ങൾ വരുന്നു. എടച്ചിറ ഭാഗത്തുനിന്ന് യു ടേൺ എടുക്കാനുള്ള വാഹനങ്ങൾ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ സീബ്ര ലൈനിലൂടെ ആളുകൾ നടക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വരുന്നു. അതുപോലെ തന്നെ കരിമോൾ ഭാഗത്തുനിന്ന് വരുന്നു. ഇതെല്ലാം വന്ന് തിങ്ങുന്ന ഒരു പ്രദേശത്താണ് ഈ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ അപകടത്തിന് കാരണമാണ് ഈ കാർണിവൽ ഇൻഫോ പാർക്കിന്റെ മുന്നിൽ നിന്ന് റോങ് ആയി കയറി വരുന്നത്. അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഫ്രീ ലിഫ്റ്റ് എടുത്ത് തൊട്ടപ്പുറത്ത് പോയി യു ടേൺ എടുത്ത് വരുന്നതിന് പകരം ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ അപകടത്തിന് കാരണം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവിടെ വലിയൊരു അപകടം ഉണ്ടായത്. ഒരു കാർ പാഞ്ഞു വന്ന കാർണിവൽ ഇൻഫോ പാർക്കിന്റെ കോമ്പൗണ്ടിൽ ഇടിച്ചു നിൽക്കുന്നു. ഇൻഫോ പാർക്കിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഈ ഒരു അപകട സാധ്യത ഏതായാലും ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയില്ലാഞ്ഞിട്ടല്ല, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് മാത്രം. ഇതിൽ അപകടങ്ങൾ സംഭവിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇവിടെ ജോലിക്ക് വരുന്ന 50,000 60,000 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ്. അവിടെയാണ് ഈ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള വാഹന പാർക്കിങ്ങും അതുപോലെ തന്നെ റോങ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം. ഈ വരുന്ന വാഹനം നോക്കുക, ഇതൊക്കെ നേരെ കാർണിവൽ ഇൻഫോ പാർക്കിന്റെ അകത്തുനിന്ന് നേരെ ക്രോസ് ചെയ്ത് വരുന്നു. അപ്പം എങ്ങനെയാണ് ഇവിടെ അപകടം സംഭവിക്കാതിരിക്കുന്നത്? മറ്റൊന്ന്, ഇൻഫോ പാർക്കിന്റെ അടുത്ത് ഇത്രയും കമ്പനികൾ ഉള്ളതാണ്. 10,000 50,000 60,000 ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തേണ്ടത് ആ കമ്പനി അല്ലെങ്കിൽ ഇൻഫോ പാർക്കാണ്. പകരം ഇവിടെയുള്ള പൊതുനിരത്തിൽ മുഴുവനും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം. എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന റോഡിന്റെ ഇരുവശത്തും കാണുന്ന പാർക്കിംഗ് കാണാം. നിരവധി വാഹനങ്ങൾ, ടെമ്പോ ട്രാവലർ ഉൾപ്പെടെ കാറ്, 2 വീലർ, ഇത് മുഴുവനും റോഡിന്റെ സൈഡുകളിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുവഴി എങ്ങനെ നടന്നു പോകാനാണ്? ഇപ്പം ഈ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു ദിവസമാണ് ഒരു ടാങ്കർ ലോറി വന്ന് ഇടിച്ച് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കുറെ കാറുകളും ബൈക്കും എല്ലാം ഇടിച്ച് തെറിപ്പിച്ചു വന്നത്. അപ്പം അത്രത്തോളം രൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ. കാൽനട യാത്രക്കാർക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട ഒരു സ്ഥിതിയാണ്. സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. മറ്റൊന്ന്, സൈഡിൽ ഒരു ഡ്രെയിനേജ് ഉണ്ട്. ആ ഡ്രെയിനേജിന്റെ മുകളിലൂടെ സഞ്ചരിക്കാം എന്ന് വെച്ചാൽ ചില സ്ലാബുകൾ പൊങ്ങി നിൽക്കുന്നു. ഏതായാലും അടിയന്തരമായും പോലീസിന്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഇടപെടലുകൾ ഉണ്ടാകണം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.